ഇതാ 3 ഇഞ്ച് വിട്ടെടുത്തിട്ട് അടുത്ത പാറ്റേൺ നോക്കാം. 3 ഇഞ്ച് തന്നെ താഴത്തേക്കും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ഫ്രഞ്ച് കർവ് യൂസ് ചെയ്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു കർവ് വരച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഫ്രീ ഹാൻഡ് ആയിട്ട് വരയ്ക്കാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിലും വരയ്ക്കാം. ഫ്രഞ്ച് കർവ് നിർബന്ധമില്ല കേട്ടോ. നമ്മൾ ഫസ്റ്റ് വരച്ച പോലെ തന്നെ ഒരു പാറ്റേൺ ആണ് കേട്ടോ. എന്നിട്ട് നമ്മൾ താഴത്തേക്ക് ഇതേപോലെ ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1.5 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് മാർക്ക് ചെയ്താൽ മതി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ ടേപ്പ് വെച്ച് കൊടുക്കുക. 3 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. താഴത്തേക്ക് ഒരു 5 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതും ഒരു ബാക്ക് നെക്കിൻ്റെ പാറ്റേൺ ആണ് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു പോയിന്റുകളെല്ലാം കണക്ട് ചെയ്ത് കൊടുക്കാം. താഴത്ത് ഞാൻ 3.5 എടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ. ഇനി നമ്മൾ നേരത്തെ ഒരു ഇഞ്ച് താഴത്തേക്ക് കുഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കണ്ടോ ഈ ഒരു രീതിയിൽ ഒരു ഹാർട്ട് ഷേപ്പാണ് നമ്മൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നിങ്ങൾക്കിത് ഫ്രീ ഹാൻഡ് ആയിട്ട് വരയ്ക്കാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വരയ്ക്കാം. ഇനിയിപ്പോൾ കർവ് യൂസ് ചെയ്തിട്ട് പയ്യെ വരച്ചെടുക്കാനാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാൻ ഫ്രീ ഹാൻഡ് ആയിട്ടാണ് ഇപ്പോൾ വരയ്ക്കുന്നത്. നമുക്ക് ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബാക്കിൽ നമുക്ക് ഈ ഒരു രീതിയിലാണ് കിട്ടുന്നത് കണ്ടോ. ബാക്കിൽ ഇതേപോലെയാണ്